നമസ്കാരം. കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോ ടെയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുരാതന കാലം തൊട്ടേ മനുഷ്യർ പണിയെടുത്ത് ജീവിച്ചു വന്നവരാണ്. അത് മണ്ണിലാണെങ്കിലും മറ്റേത് മേഖലകളിലാണെങ്കിലും. എന്നാൽ ടെക്നോളജിയുടെ മുന്നേറ്റം മനുഷ്യന്റെ ദിനചര്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. വലിയൊരു വിഭാഗം മനുഷ്യരും ജോലി നഷ്ടമാകും എന്ന ഭീഷണിയിലാണ്. ഈ ചിന്തയുടെ പ്രധാന വില്ലൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ. മനുഷ്യനിർമ്മിത ബുദ്ധി തന്നെയാണ് മനുഷ്യരുടെ നിലനിൽപ്പിന് വിനയായിരിക്കുന്നത്. കാണാം റോബോട്ടുകളാൽ ചുറ്റപ്പെട്ട ഈ ലോകം. റോബോട്ടുകളുടെ പ്രാധാന്യം ഇന്ന് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. എല്ലാ മേഖലകളും, അതായത് വൈദ്യശാസ്ത്രം, വ്യവസായം, ഹോട്ടലുകൾ, രാജ്യസുരക്ഷ എന്നീ മേഖലകളിൽ റോബോട്ട്സിന്റെ സേവനങ്ങൾ വിപുലീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മിക്ക അന്താരാഷ്ട്ര കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും വിതരണത്തിനുമൊക്കെ ഇപ്പോൾ റോബോട്ടിനെയാണ് ആശ്രയിക്കുന്നത്. അതിൻ്റെ അനന്തരഫലം തൊഴിൽ മേഖലയെ സാരമായി ബാധിക്കുന്നു. ഓക്സ്ഫോർഡ് എക്കണോമിക്സ് റിപ്പോർട്ട് അനുസരിച്ച് വ്യവസായ മേഖലയിലെ 20 മില്യണോളം തൊഴിൽ മേഖലകൾ കൈകാര്യം ചെയ്യുന്നത് റോബോട്ടാണ്. അതായത് 20 മില്യൺ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് സാരം. സൗത്ത് കൊറിയ, സിംഗപ്പൂർ, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ റോബോട്ടുകളുടെ സഹായത്തോടെയാണ് മിക്ക തൊഴിലുകളും നടത്തുന്നത്. സൗത്ത് കൊറിയയിൽ 10,000 തൊഴിലാളികൾക്ക് 658 യന്ത്രമനുഷ്യർ എന്ന നിരക്കിലാണുള്ളത്. ഇലക്ട്രോണിക്സ് മേഖലയിൽ 90% റോബോട്ടുകളെ ആശ്രയിക്കുന്ന സിംഗപ്പൂരാണ് റോബോട്ടുകളുടെ ഉപയോഗത്തിൽ 2ാം സ്ഥാനത്ത് നിലകൊള്ളുന്നത്. ഇവിടെ ഓരോ 10,000 തൊഴിലാളികൾക്കും 300 റോബോട്ടുകൾ എന്ന തോതാണ്. 100-ൽ 56 എന്ന നിരക്കിൽ ആഗോള വിതരണ വിപണിയിൽ ഒന്നാമത് ജപ്പാൻ തന്നെ. ഒരു പ്രത്യേക വസ്തുത ഇവിടെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. റോബോട്ടുകളുടെ അമിത സേവനം രാഷ്ട്രതലവന്മാർക്ക് തലവേദനയാകും. കാരണം ഒരു വശത്ത് തൊഴിലുടമകൾ ഉൽപാദന ചെലവ് കുറയ്ക്കാനായി റോബോട്ടിനെ ആശ്രയിക്കുമ്പോൾ മറുവശത്ത് തൊഴിലില്ലായ്മ മൂലം ക്ലേശിക്കുന്ന തൊഴിലാളികളെ ആശ്വസിപ്പിക്കുകയെന്നത് രാഷ്ട്രതലവന്മാരെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ്. തൊഴിലവസരങ്ങൾ നഷ്ടമാവാൻ സാധ്യതയുള്ള ചില മേഖലകളിലെ റോബോട്ടുകളെ ഒന്ന് പരിചയപ്പെടാം. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായാണ് റോബോട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റോബോട്ടുകളുടെ നിയന്ത്രണ സംവിധാനങ്ങളെയും യാന്ത്രിക രൂപവിന്യാസങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് അവയെ പല വിഭാഗങ്ങളായി തിരിക്കുന്നത്. മെക്കാനിക്കൽ കോൺഫിഗറേഷനെ അടിസ്ഥാനമാക്കി അവരെ പോളാർ, സിലിണ്ടറിക്കൽ, കാർട്ടീഷ്യൻ, ജോയിന്റഡ് ആം എന്നിങ്ങനെ തരംതിരിക്കാം. നിയന്ത്രിത സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കിയും റോബോട്ടുകളെ തരംതിരിക്കുന്നു. പരിമിതമായ നിയന്ത്രിത സ്വാതന്ത്ര്യമുള്ളവയെ ലിമിറ്റഡ് സ്വീക്വൻസ് റോബോട്ടുകൾ എന്നും ഉയർന്ന പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളവയെ സ്മാർട്ട് കൺട്രോൾ റോബോട്ടുകൾ എന്നും പറയുന്നു. ഇന്റർനെറ്റിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്നവയെ ടെലി ഓപ്പറേറ്റഡ് റോബോട്ടുകൾ എന്നും വിളിക്കപ്പെടുന്നു. അനേകം ജോലികൾ നിശ്ചിത ക്രമത്തിൽ ഒരു പ്രോഗ്രാമായി നൽകിയാൽ അവയനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് പ്രോഗ്രാമബിൾ റോബോട്ട്. സ്വയം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ളവയാണ് ഓട്ടോണമസ് റോബോട്ടുകൾ. മനുഷ്യൻ നിയന്ത്രിക്കുന്ന റോബോട്ടുകൾ ലിമിറ്റഡ് അതോറിറ്റി റിമോട്ട് കൺട്രോൾ റോബോട്ടുകൾ എന്നും അറിയപ്പെടുന്നു. ആരോഗ്യമേഖലയിൽ ശരീരത്തിൽ കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്തുവാൻ കഴിവുള്ള അക്രോബാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു റോബോട്ട് ജന്മമെടുത്തു കഴിഞ്ഞു. വിദൂരങ്ങളിലിരുന്ന് രോഗിയെ പരിശോധിക്കാവുന്ന സംവിധാനവും രൂപപ്പെട്ടു കഴിഞ്ഞു. കുഴിബോംബുകളുടെ സാന്നിധ്യം അറിയുവാൻ ചാരപ്പണി നടത്തുവാൻ കഴിവുള്ള ഒരു റോബോട്ട് മുട്ടെ വാൻഡർമിറ്റ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അധികം വിദൂരത്തിലല്ലാതെ വീട്ടുജോലിക്കാരുടെ സ്ഥാനവും റോബോട്ടുകൾ കൈയടക്കും. ഇന്നത്തെ മൊബൈലും ലാപ്ടോപ്പും വിൽക്കുന്നതുപോലെ റോബോട്ട് വിൽപ്പനയും ഒരു വ്യവസായ മേഖലയായി മാറും. കൃഷിയിലും റോബോട്ടിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് ആകെയുള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണം കണക്കുകൂട്ടി നൽകിയാൽ
നിലം ഉഴുതുന്നതും വിത്ത് വിതയ്ക്കുന്നതും റോബോട്ടിനാൽ നിയന്ത്രിതമായ ഒരു യന്ത്രത്താൽ സാധ്യമാകും. വിളവെടുപ്പിനും ക്ഷീരോത്പാദനത്തിനും റോബോട്ടുകളുടെ സഹായം വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. റോബോട്ടിനാൽ നിർമ്മിതമായ കളിപ്പാട്ടങ്ങൾ ഇപ്പോൾ വിപണിയിലുണ്ട്. നാട്ടിലെങ്ങും പറന്നു നടന്ന് മനുഷ്യരറിയാതെ അവരുടെ ചിത്രങ്ങളെടുക്കാൻ കഴിവുള്ള പക്ഷികളുടെ രൂപത്തിലുള്ള റോബോട്ടുകൾ കാലിഫോർണിയയിലെ അഡ്വാൻസ്ഡ് ഓട്ടോമേഷൻ സെന്ററിൽ ഗവേഷണ വിഷയമാണ്. തലയ്ക്ക് മുകളിൽ പറന്നു നടക്കുന്ന ശലഭങ്ങൾ മിഥ്യയോ യാഥാർത്ഥ്യമെന്നോ പറയാൻ മനുഷ്യന് സാധിക്കാതെ വരും. പല ജോലികളും ചെയ്യുവാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ സാധ്യമല്ല. അധികം താമസിയാതെ വരും കാലങ്ങളിൽ മനുഷ്യരും റോബോട്ടുകൾ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഹ്യൂബോട്ട്, അതായത് ഹ്യൂമൻ പ്ലസ് റോബോട്ട് സ്ഥാപനങ്ങളായിരിക്കും നാം കാണാൻ പോകുന്നത്. സിംഗപ്പൂരിന്റെ കിഴക്കേ അറ്റത്തുള്ള അന്താരാഷ്ട്ര ചാങ്കി വിമാനത്താവളം അതിന്റെ വർണ്ണാഭമായ രൂപകൽപ്പനയ്ക്ക് പേരുകേട്ടതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇൻഡോർ വെള്ളച്ചാട്ടം വിമാനത്താവളത്തെ മികച്ചതും ഊർജ്ജസ്വലവുമാക്കുകയും ഒപ്പം യാത്രക്കാരെയും സന്ദർശകരെയും ആകർഷിക്കുകയും ചെയ്യുന്നു. അത്ഭുതകരവും വെല്ലുവിളി നിറഞ്ഞതുമായ ഈ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ ആരും ഒന്ന് ആഗ്രഹിച്ചു പോകും. ദൃശ്യങ്ങളിലേക്ക്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ ചാൻഗി എയർപോർട്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ സിംഗപ്പൂരിലെ ചാൻഗി പ്രദേശത്താണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 1981 പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ടാണിത്. 3.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴേക്കും ലോകോത്തര എയർപോർട്ടായി സിംഗപ്പൂർ ചാൻഗി എയർപോർട്ട് വളർച്ച കൈവരിച്ചിരിക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബായി നിലകൊള്ളുന്ന ചാൻഗി എയർപോർട്ട് കുതിപ്പിന്റെ പാതയിലാണ്. കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ലോകത്തെ ഏറ്റവും മികച്ച എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ചാൻഗി എയർപോർട്ട്. യാത്രക്കാരുടെ എണ്ണത്തിലും കൈകാര്യം ചെയ്യുന്ന കാർഗോയുടെ അളവിലും വർഷാവർഷം വൻ വർധനവാണ് എയർപോർട്ട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിമാനത്താവളത്തിന് ആകർഷകമായ ചില സൗകര്യങ്ങളും ഉണ്ട്. വിമാനത്താവളത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം അതിന്റെ ഹൃദയഭാഗത്തായി പണിതുയർത്തിയ 130 അടി ഉയരം വരുന്ന റെയിൻ വോർട്ടെക്സ് എന്ന് വിളിക്കുന്ന ഇൻഡോർ വെള്ളച്ചാട്ടമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇൻഡോർ വെള്ളച്ചാട്ടങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനമാണ് സിംഗപ്പൂരിലെ ഈ രൂപകൽപ്പനയ്ക്ക്. ഒരു എയർപോർട്ട് സൗകര്യത്തിൽ ഒരു പൊതുകേന്ദ്രം സൃഷ്ടിക്കുന്നതിനും നിലവിലുള്ള എയർപോർട്ട് ടെർമിനലുകൾക്കിടയിൽ നടപ്പാതകളും ഇരിപ്പിടങ്ങളും സംയോജിപ്പിച്ച് സന്ദർശകർക്ക് ഒരു ഉല്ലാസയാത്രയുടെ അനുഭവവും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു മിശ്രിത ഉപയോഗ വികസനമാണ് ഇത്. താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള ഈ കെട്ടിടം 5 നിലകളും 5 ബേസ്മെന്റ് ലെവലും ഉൾക്കൊള്ളുന്നു. കൂടാതെ ലാൻഡ്സൈഡ് എയർപോർട്ട് പ്രവർത്തനങ്ങൾ, ഇൻഡോർ ഗാർഡനുകൾ, റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയും ഉൾപ്പെടുന്നു. ജുവൽ ചാങ്കി ഇൻഡോർ വെള്ളച്ചാട്ടം മേൽക്കൂരയുടെ അറ്റത്ത് ഒരു റിംഗ് ബീം പിന്തുണയ്ക്കുകയും ഏകദേശം 9600 ഗ്ലാസ് പാനലുകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഫേസഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള ഈ ഗ്ലാസ് പാനലുകൾ ലൈറ്റ് ട്രാൻസ്മിഷൻ ഉറപ്പാക്കുകയും താപലാഭം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യകരമായ സസ്യവളർച്ചയെ പ്രാപ്തമാക്കുകയും വിമാനത്താവളം അമിതമായി ചൂടാകുന്നത് തടയുകയും ചെയ്യുന്നു. ലാൻഡ്സ്കേപ്പ് ഇറിഗേഷൻ സംവിധാനങ്ങൾ പോലെ വെള്ളച്ചാട്ട സംവിധാനത്തിലെ ജലം പുനർനിർമ്മിക്കുകയും പിന്നീട് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നിഷ്ക്രിയമായി പരിസരം തണുപ്പിക്കാനുള്ള മാർഗമായി ഇത് പ്രവർത്തിക്കുകയും ചെയ്യും. രാത്രിയിൽ സിംഗപ്പൂരിലെ ജുവൽ ചാങ്കി വിമാനത്താവളത്തിലെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രൊജക്ഷൻ ഷോയ്ക്കുള്ള സൈറ്റായി റെയിൻ വോർട്ടെക്സ് മാറുന്നു. റെയിൻ വോർട്ടെക്സിന് ചുറ്റുമുള്ള സമൃദ്ധവും വിശാലവുമായ ഇൻഡോർ ഗാർഡൻ ഫോറസ്റ്റ് വാലി 200-ലധികം സസ്യ ഇനങ്ങളുടെ ആകർഷകമായ പ്രദർശനമാണ്. സ്കൈ ട്രെയിൻ സേവനവും ജുവൽ സജീവമാക്കുന്നുണ്ട്. വാസ്തവത്തിൽ സ്കൈ ട്രെയിനിൻ്റെ ട്രാക്ക് വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായി കടന്നു പോകുന്നു. ഇത് വെള്ളച്ചാട്ടത്തെ ഒരു അദ്വിതീയ വീക്ഷണകോണിൽ നിന്ന് കാണാനുള്ള അവിശ്വസനീയമായ മികച്ച അവസരമാക്കി മാറ്റുന്നു. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള നിരവധി വ്യൂവിംഗ് പ്ലാറ്റ്ഫോമുകളും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള നല്ല ഇടങ്ങളാണ്.
ഇൻഫോടെയിൽസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.